സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് ഇന്നിവിടെ നടക്കപ്പെടുന്നത്. ഏതാണ്ട് 46 വർഷക്കാലത്തിലധികമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ദ്രോണാചാര്യ പദവിയിൽ നിൽക്കുന്ന ആദരണീയനായിട്ടുള്ള നമ്മുടെ ഗുരുനാഥൻ ഹൻഷി ഗോപകുമാർ മാഷിന്റെ നേതൃത്വത്തിൽ ഇത്തവണയും ഏതാണ്ട് 200-ൽ പരം വിദ്യാർത്ഥികൾ ബ്ലാക്ക് ബെൽറ്റും ഉപരി ഡിഗ്രിയും നേടിക്കഴിഞ്ഞു. നിരവധി ഇൻസ്ട്രക്ടർമാരെയും ആയിരക്കണക്കിന് ബ്ലാക്ക് ബെൽറ്റ് താരങ്ങളെയും ഒക്കെ സംഭാവന ചെയ്തിട്ടുള്ള ആദരണീയ ഗുരുനാഥന് എല്ലാവരുടെയും പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി ജപ്പാൻ കരാട്ടെ ഷോട്ടോകായി അസോസിയേഷന്റെ കേരളത്തിലെ അറിയപ്പെടുന്ന അധ്യാപകരിൽ ഒരാളാണ് നമ്മുടെ ഗുരുനാഥൻ. നമ്മുടെ അസോസിയേഷന്റെ നാഷണൽ ചീഫായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉന്നത ഡിഗ്രി നിലനിർത്തിയിരിക്കുന്ന 10th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റും റെഡ് ബെൽറ്റ് അപ്രൂവ്ഡും ആയിട്ടുള്ള വേൾഡ് കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള എസ് ശ്രീനിവാസൻ മാസ്റ്ററിന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ കേരളത്തിൽ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വർഷാവർഷം ധാരാളം വിദ്യാർത്ഥികൾ നേരിട്ട് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മാസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് വിദ്യ അഭ്യസിക്കുകയും ഡിഗ്രികൾ നേടുകയും ചെയ്യുന്നുണ്ട്. വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടിയിട്ടാണ് നമ്മുടെ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാലാകാലങ്ങളായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ, അതിന്റെ മികവുകളെ ഏതൊരു ഭാഗത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജപ്പാൻ കരാട്ടെ ഷോട്ടോകായി അസോസിയേഷന്റെ പ്രവർത്തനത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. ഇന്ന് 2025-ൽ ബ്ലാക്ക് ബെൽറ്റും ഉപരി ഡിഗ്രിയും നേടിയ കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്നത് കരാട്ടയുടെ ഒരു ടേണിംഗ് പോയിന്റ് മാത്രമാണ്. നമ്മുടെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രിയും അതിലുപരി പഠനത്തിലേക്കുമാണ് നാം പോകുന്നത്. അതുപോലെ ബ്ലാക്ക് ബെൽറ്റ് മേടിച്ചവര് ഇത് വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കാതെ നിത്യമായി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനും കരാട്ടയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനുമുള്ള അവസരങ്ങൾ ഇനിയാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ അധ്യാപകരുണ്ട്, പരിശീലകരായിട്ടുള്ള സമർത്ഥരായിട്ടുള്ള അധ്യാപകരുണ്ട്. അവരുടെ ശിക്ഷണത്തിൽ